നമസ്കാരം. ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു. പക്ഷെ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ല എന്ന് തെളിയിച്ചു. എല്ലാം മറന്ന ഇറങ്ങിച്ചെന്ന എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു. രജിസ്റ്റർ മാരേജ് നടത്തി തരാമെന്ന വ്യാജേന അവന്റെ വീട്ടിലെത്തിച്ച കുടുംബക്കാരെ കൊണ്ട് മതം മാറിയാൽ കല്യാണം അവർ നടത്താമെന്ന് പറയിച്ചു. റമീസ് ചെയ്ത തെറ്റുകൾ അവന്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എനിക്ക് അവരോട് അകൽച്ചയുണ്ടാക്കി. വീണ്ടും എന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചു. മതം മാറാൻ സമ്മതിച്ച എന്നോട് പിന്നീടും റമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു. മതം മാറിയാൽ മാത്രം പോരാ, തന്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു. ചെയ്ത തെറ്റിന് ഒട്ടും തന്നെ കുറ്റബോധമോ എന്നോട് സ്നേഹമോ റമീസിൽ നിന്ന് കണ്ടില്ല. എന്നോട് മരിച്ചോളാൻ റമീസ് സമ്മതം മൂളി. വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പന്റെ മരണം തളർത്തിയ എന്നെ മുകളിൽ പരാമർശിച്ച വ്യക്തികൾ ചേർന്ന ഇന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഞാൻ പോകുന്നു. അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം. ഞാൻ അപ്പന്റെ അടുത്തേക്ക് പോകുക. കോതമംഗലത്തെ TTC വിദ്യാർത്ഥിനി സോന മരിക്കും മുൻപ് എഴുതിയ വാക്കുകളാണ് ഇത്. ജീവന് തുല്യം സ്നേഹിച്ച ആൺ സുഹൃത്ത് നൽകിയ വേദനയിലും വഞ്ചനയിലും മനം നൊന്താണ് സോന ലോകത്തോട് വിട പറയുന്നത്. റമീസും സോനയും തമ്മിൽ ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നു. ഒരുമിച്ച് ജീവിക്കാൻ റമീസ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും സോന അംഗീകരിച്ചിരുന്നു. കഴിഞ്ഞ മാസം 30-ന് സോന വീട് വിട്ടിറങ്ങി റമീസിനോടൊപ്പം ഇയാളുടെ വീട്ടിലെത്തി. റമീസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. എന്നാൽ സ്വന്തം വീട്ടിലെത്തിയതോടെ റമീസിന്റെ സ്വഭാവം മാറി. ഇയാളുടെ മുറിയിൽ കയറ്റി സോനയെ ഇയാൾ ശാരീരികമായി ഉപദ്രവിച്ചു. മതം മാറാൻ നിർബന്ധിച്ചു. മതം മാറിയാൽ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന റമീസും റമീസിന്റെ വീട്ടുകാരും കട്ടായം പറഞ്ഞതോടെ സോന മാനസികമായി തളർന്നു. ഇവർ സോനയെ വീട്ടിൽ പൂട്ടിയിട്ടു. മതം മാറാൻ വീണ്ടും വീണ്ടും നിർബന്ധിച്ചതോടെ സോന റമീസിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ദുരനുഭവങ്ങളെല്ലാം മനസ്സിലൊതുക്കി സോന വീട്ടിൽ തൂങ്ങി മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. പിന്നാലെയാണ് റമീസിനും കുടുംബത്തിനുമെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സോനയുടെ കത്ത് പോലീസിന് ലഭിച്ചത്. തുടർന്ന് സോനയുടെ അമ്മ നൽകിയ പരാതി പ്രകാരം റമീസ പോലീസ് കസ്റ്റഡിയിലായി. ആത്മഹത്യാ പ്രേരണ, ശാരീരിക ഉപദ്രവം എന്നിവയടക്കം ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റമീസ് സോനയെ മർദ്ദിച്ചതിന്റെ തെളിവുകൾ പോലീസിന് കിട്ടി. ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റിൽ നിന്നാണ് തെളിവുകൾ ലഭിച്ചത്. താൻ ആത്മഹത്യ ചെയ്യുമെന്ന് സോന പറയുമ്പോൾ ചെയ്തോളാൻ പ്രതി മറുപടി നൽകുന്നതും ചാറ്റിൽ ഉണ്ട്. റമീസിന്റെ വീട്ടുകാരും സോനയുടെ ആത്മഹത്യക്ക് കാരണമായി എന്നാണ് പോലീസും കരുതുന്നത്. മാത്രമല്ല, റമീസിന്റെ ഈ ഒരു നിർബന്ധത്തിന് പിന്നിൽ ലവ് ജിഹാദിന്റെ സ്വാധീനമുണ്ടോ എന്നടക്കം പോലീസ് പരിശോധിക്കുകയാണ്. തന്നെ ഇത്രയും സ്നേഹിച്ച പങ്കാളിയെ മതത്തിന്റെ പേരിൽ മാത്രം മുറിവേൽപ്പിച്ച റമീസ ചില്ലറക്കാരിലല്ല എന്ന് തന്നെ ഇതിൽ നിന്ന് വ്യക്തം. റമീസ് മുൻപ് ലഹരി കേസിലെ പ്രതിയാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ മരണത്തിന് കാരണം റമീസിന്റെ പീഡനങ്ങളാണെന്ന ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് അന്വേഷണം പോലീസ് വ്യാപിപ്പിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ താൽക്കാലിക ജീവനക്കാരനായ റമീസിനെതിരെ ഒരുപാട് കേസുകളും ഉണ്ടായിരുന്നു. സോനയുടെ മുറിയിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. റമീസിനെ വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു സോന. റമീസിന്റെ ഉപ്പായും ഉമ്മായും ബന്ധുക്കൾ വഴി സോനയോട് മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആദ്യം എതിർത്തുവെങ്കിലും അംഗീകരിക്കാമെന്ന് സോനയും സമ്മതിച്ചു. എന്നാൽ അച്ഛൻ മരിച്ച വേദനയിൽ കഴിഞ്ഞിരുന്ന സോനയോടുള്ള റമീസിന്റെയും കുടുംബത്തിന്റെയും സമീപനം വഷളാവുകയും സമയം തരണമെന്ന സോനയുടെ അപേക്ഷ നിരസിച്ച് മർദ്ദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇയാളുടെ സുഹൃത്തുക്കളും ഇക്കാര്യം സോനയെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. മതം മാറാൻ തയ്യാറാകാതെ വന്നപ്പോഴാണ് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത്. മതം മാറിയാൽ മാത്രം പോരാ, റമീസിന്റെ വീട്ടിൽ താമസിക്കണമെന്ന് നിർബന്ധിച്ചത് സോനയിൽ ആശങ്കയുണ്ടാക്കി. മറ്റ് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന് സോന കരുതി. റമീസിനെതിരെ ശക്തമായിട്ടാണ് സോനയുടെ കുടുംബവും പ്രതികരിച്ചിരിക്കുന്നത്. കോളേജ് കാലത്ത് ഇരുവരും പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹം ആലോചിച്ച് റമീസിന്റെ വാപ്പയും ഉമ്മയും വീട്ടിൽ വരികയും ചെയ്തു. അവരെ സന്തോഷപൂർവ്വം തന്നെയാണ് സ്വീകരിച്ചത്. കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണമെന്നും ഇല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്നും പറഞ്ഞായിരുന്നു ഇവരുടെ വാക്കുകൾ. മതം മാറാമെന്ന് സോന അവരോട് പറയുകയായിരുന്നു. ഈ സമയം അച്ഛൻ മരിച്ച 40 ദിവസം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. 1 വർഷം കഴിഞ്ഞ് വിവാഹം നടത്താമെന്ന് തങ്ങൾ പറഞ്ഞതാണ് സോനയുടെ സഹോദരൻ പറയുന്നത് പ്രകാരമാണ്. ഇതിനിടെ റമീസിനെ ഇമ്മോറൽ ട്രാഫിക്കിന് ലോഡ്ജിൽ നിന്ന് പിടിച്ചു. എന്നിട്ടും അവൾ ക്ഷമിച്ചു. ഇനി രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് അവൾ റമീസിനോട് പറഞ്ഞതാണ്. കൂട്ടുകാരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി. അവിടെ നിന്ന് റമീസ് സോനയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
വീട്ടിൽ കുടുംബക്കാരും കൂട്ടുകാരും ഉണ്ടായിരുന്നു. സോനിയെ റൂമിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു. സ്നേഹം നടിച്ച് കൊണ്ടുപോയിട്ടാണ് സോനിയെ ഇത്തരത്തിൽ മർദ്ദിച്ചതെന്ന് പറയുന്നു. മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. മതം മാറാൻ പൊന്നാനിയിലേക്ക് പോകാൻ വണ്ടി റെഡിയാക്കി നിർത്തിയേക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നു മർദ്ദിച്ചത്. എന്നാൽ അപ്പോൾ മതം മാറാൻ പറ്റില്ല എന്ന് അവൾ ശക്തമായി പറയുകയായിരുന്നു. മതം മാറാൻ നിർബന്ധിച്ചുവെന്ന് എഴുതി വച്ചാണ് അവൾ ജീവനൊടുക്കിയതെന്നും സോനയുടെ സഹോദരൻ പറയുന്നു. എന്തായാലും റമീസിന്റെ ലക്ഷ്യം കുടുംബത്തിൻ്റെത് മാത്രമാണോ അതോ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കം പരിശോധന നടന്നു വരികയാണ്. ഇത്തരത്തിൽ മതം മാറിയാൽ മാത്രം കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു വരുന്നവരെ ഇനിയെങ്കിലും തിരിച്ചറിയാൻ കേരളത്തിലെ പെൺകുട്ടികൾ പഠിക്കുക.